പിന്നല്ലാണ്ട് ഇത് അടുത്ത റീബർത്ത് അല്ല, ഈ ബർത്ത് കഴിയണ്ടേ. ഈ ബർത്ത് കഴിയാനും വേണം. കാരണം ഒരു ഡെത്ത് സംഭവിക്കുന്നതിലല്ല ഒരു പൂർണ്ണമായി മരണം സംഭവിക്കുന്നത്. ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ഫിസിക്കൽ ബോഡി മാത്രമാണ് നശിച്ചു പോകുന്നത്. പിന്നെയും നമുക്കൊരു കുറച്ച് ബോഡീസും കൂടി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാലുള്ള ബോഡിയാണ് ആസ്ട്രൽ ബോഡി. ഇത് കുറച്ച് ഇപ്പോൾ ആദ്യമായി കേൾക്കുന്നൊരു കൺഫ്യൂഷൻ ആയിരിക്കും. ആസ്ട്രൽ ബോഡിയിലാണ് നമ്മുടെ ഇമോഷൻസ് എല്ലാം കിടക്കുന്നത്. ഇത് ഭയങ്കരമായിട്ടുള്ള ഇതുപോലത്തെ ഇമോഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ സ്വത്തുക്കളോടുള്ള ഭയങ്കരമായ നമ്മുടെ ഫാമിലിയോടുള്ള ഭയങ്കരമായ ഇങ്ങനത്തെ ഓരോ ഇമോഷൻസ് എത്രത്തോളം കൂടുന്നോ ആസ്ട്രൽ ബോഡി എത്രത്തോളം സ്ട്രോങ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് അടുത്ത ജന്മത്തിലേക്ക് പോകാൻ. കാരണം ഈ ആസ്ട്രൽ ബോഡി നശിക്കണം. ഈ ആസ്ട്രൽ ബോഡി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ മെൻ്റൽ ബോഡി ഉണ്ട്. അതും നശിച്ച് കഴിഞ്ഞാലേ ഉള്ളൊരു റീഇൻകാർണേഷൻ പൂർണ്ണമാവുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, റീഇൻകാർണേഷൻ ഒരു 10% സമയം മാത്രമേ ഉള്ളൂ ഫിസിക്കൽ ബോഡിയിലുള്ളത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഈ ക്വസ്റ്റ്യൻ ഒരു കോൺട്രഡിക്ടറി ആണ്. ഇപ്പം വീഡിയോ ഒന്നുകൂടി കണ്ടാൽ ചിലപ്പോൾ ക്ലിയർ ആവും.